അങ്ങനെ ഫൈനലി ഞാനുണ്ടാക്കി നമ്മുടെ ഇറാനി ചായയും ബൺ മസ്കയും ഇപ്പോൾ ട്രെൻഡിങ് ഔട്ടായി. എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം തന്നെ നമ്മളുടെ സ്പൈസസ് ആയിട്ടുള്ള ഏലക്ക, ഗ്രാമ്പു, പട്ട ഇത് മൂന്നും നന്നായിട്ട് ചതച്ച് നല്ല തിളച്ച വെള്ളത്തിൽ നന്നായിട്ട് അതൊന്ന് അതിൻ്റെ സത്തൊക്കെ നല്ല ഇറങ്ങുന്ന രീതിയിലൊക്കെ നല്ലവണ്ണം തിളച്ചതായി വരുമ്പോൾ അതിലേക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കുക. നല്ല സ്ട്രോങ്ങിൽ തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായി മിക്സ് ചെയ്ത് ചെറിയ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെക്കുക. അപ്പോൾ അതങ്ങനെ ഇരുന്ന് ദമ്മാവും. ഈ സമയം നമ്മൾ വേറൊരു പാത്രത്തിൽ പാല് തിളപ്പിക്കാൻ വെക്കുക. അത് തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ എടുത്തിട്ട് അതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിക്കുക. നമ്മുടെ മധുരത്തിൻ്റെ ഒരു ഇതിനനുസരിച്ചിട്ട് ഒഴിക്കുക. ഇത് നന്നായിട്ട് വിസ്ക് ചെയ്തിട്ട് നല്ല ഒരു ക്രീം ബാറ്ററാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇത് കുറച്ചും കൂടി ഒന്ന് മെൽറ്റ് ആവാനുണ്ടായിരുന്നു റൂം ടെമ്പറേച്ചറിൽ നിന്ന്. പക്ഷെ എന്നാലും ഇപ്പോൾ നമ്മളങ്ങനെ വിസ്ക് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങനെ ക്ലിയറായിട്ട് വരും. നല്ലോണം അങ്ങനെ ക്രീമി ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇവിടെ പാല് തിളച്ചിട്ടുണ്ട്. പാലിലേക്ക് നമ്മൾ ഇനി ആവശ്യത്തിന് മധുരം കുറച്ച് ഒഴിച്ചാൽ മതി. കാരണം ഓൾറെഡി ബന്നിൽ അത്യാവശ്യം ക്രീം മധുരം ഉണ്ടാവുമല്ലോ. എന്നിട്ട് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ആ സമയം നമ്മൾ ക്രീം ഒന്നും കൂടി നന്നായിട്ടൊന്ന് മെൽറ്റാക്കിയിട്ട് നല്ല ഫ്ലഫി ആക്കി എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ചായ മിക്സ് ചെയ്യാം. ആദ്യം നമ്മളുടെ ആ ഒരു സ്പൈസസ് ഒക്കെ ഇട്ടുള്ള ദമ്മാക്കി വെച്ചിട്ടുള്ള ചായ ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കുറുക്കിയെടുത്തിട്ടുള്ള പാലും കൂടി ഒഴിക്കുക. അപ്പോൾ നല്ലൊരു ഫ്ലേവറിലുള്ള ചായ വരും. ഇനി ബണ്ണെടുക്കുക. ബണ്ണെടുത്തിട്ട് നടുവൊന്ന് കീറി കൊടുത്തിട്ട് 2 ഭാഗം നന്നായിട്ട് ബട്ടറിലിട്ടിട്ട് ഒന്ന് തിരിച്ചും മറിച്ചിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. ഞാൻ നടു കീറി കൊടുത്തിട്ടാണ് ടോസ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അത്യാവശ്യം ഒന്ന് ചൂടായാൽ മതി. 2 ഭാഗവും മറിച്ചും ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് നല്ല ഹെവി ആയിട്ട് തന്നെ ക്രീം തേച്ച് കൊടുക്കുക. പിഷ്കത്തരൊന്നും കാണിക്കണ്ട. എന്നിട്ട് അതിന് ചുറ്റും ജസ്റ്റ് ഒന്നിങ്ങനെ സ്വാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബന്നിൻ്റെ പരിപാടി. അതും നല്ല ചൂട് ചായയും കൂടിയിട്ട് കുടിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ.